നമ്മളൊരു സിമ്പിൾ കൊഴുവ ഫ്രൈ ആണ് ട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം തന്നെ കുറച്ചധികം നമ്മുടെ ചെറിയ ഉള്ളി പാനിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടട്ടെ. അതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ കൊഴുവ ഫ്രൈ ഇല്ലേ, അത് ഉപ്പുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊഴുവ ഞാൻ പൊരിച്ചെടുത്തിട്ടോ. ജസ്റ്റ് ഓയിലെടുത്തൊന്ന് വേവിച്ച് അങ്ങനത്തെ ഒരു സാധനമാക്കി എടുത്തിട്ടുണ്ട്. ഇവൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനത് ചെയ്യുന്നത്. നമുക്കിന്ന് പോരാത്തതിന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഈ സാധനം. ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഈ ഉണക്കമീൻ ഇങ്ങനത്തെ ഈ സാധനം കാണുമ്പോൾ കേട്ടോ. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ, അതായത് ഉമ്മയുടെ ഉമ്മ ഒരു സാധനം ഉണ്ടാക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര കൈപ്പുണ്യമായിരുന്നു. ഓ, ബീഫൊക്കെ ഞാൻ അവളോട് പറയലുണ്ട്. അത്ര നല്ല കൈപ്പുണ്യം. അപ്പോൾ എനിക്കതിൻ്റെ അത് ടേസ്റ്റ് ഒന്ന് കുറച്ചായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത് വരുന്നുണ്ടോ അതൊന്ന് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റില്ല ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ നമ്മളതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത്. ഒരു ഓർമ്മയിലും ആ ഒരു ടേസ്റ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അതുപോലെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലേ? ആണോ ഇല്ലയോ എന്നൊന്ന് പറയട്ടോ. നമ്മുടെ ഉള്ളി, അതുപോലെ തന്നെ മുളകില്ലേ മറ്റേ പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ്, അത് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മാടെ ആ ഒരു ടേസ്റ്റൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കും ഇഷ്ടമായി. നല്ലൊരു സാധനമായിരുന്നു നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ ഒരു നല്ലൊരു ഫുഡായിരുന്നു.